ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്തിൻ്റെ പനി മാറിയതിന് ശേഷം ആ പനി അലീനയ്ക്കും ബാധിക്കുന്നുണ്ട്. അലീന ഒട്ടും വയ്യാതെ തന്നെ കൃഷ്ണമോടൊക്കെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ബാം ഇരിപ്പുണ്ടോ? എന്താ ചേച്ചി, വിക്സ് ആണോ ചേച്ചി ചോദിച്ചത്? അത് മോളെ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു തലവേദന. അപ്പം തന്നെ കൃഷ്ണമോള് അവളുടെ ആ ടേബിളിലൊക്കെ ബാം ഇരിപ്പുണ്ടോ എന്ന് തപ്പുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് ബബിത അങ്ങോട്ട് വരുന്നുണ്ട്. ബബിത ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ ഇപ്പോൾ ആർക്കാ ബാമ് വേണ്ടത്? അത് എനിക്കാ മോളെ ബാമ്, എന്താണെന്നറിയില്ല, വല്ലാത്തൊരു തലവേദനയും ഒക്കെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നിനക്ക് ബാമ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്ക് ചോദിച്ചാൽ പോരായിരുന്നോ എന്നും പറഞ്ഞ് റൂമിൽ പോയി അവൾ ബാം എടുത്തുകൊണ്ട് വന്ന് അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് തലയിലൊക്കെ പുരട്ടിയതിന് ശേഷം അലീന ആ ബാമ് തിരിച്ച് ബബിതയുടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, വേണ്ട, നിനക്കല്ലേ ഇപ്പോൾ പനിയും തലവേദനയൊക്കെ ഉള്ളത്, തൽക്കാലം അത് നിൻ്റെ തന്നെ ഇരിക്കട്ടെ, ഇനി അതും അന്വേഷിച്ച് ഇങ്ങ് നടക്കണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അത് അലീനയെ തന്നെ ഏൽപ്പിക്കുകയാണ്. ബബിതയ്ക്ക് അലീനയുടെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് വലുതായിട്ടൊന്നും പ്രകടിപ്പിക്കുന്നില്ല അവൾ. അങ്ങനെ പിന്നീട് കിച്ചണിലെ പണിയൊക്കെ ഏകദേശം ഒതുക്കിയ ശേഷം അലീന വീടൊക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കാന്നുള്ള പുറപ്പാടിലാണ്. അലീനയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ വയ്യായിരുന്നു. അവൾ എങ്ങനെയൊക്കെ മുകളിൽ കയറി ബബിതയുടെ റൂം വൃത്തിയാക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും ബബിത പറയുന്നുണ്ട്, എൻ്റെ റൂമുണ്ടല്ലോ അത് നീ തൂത്തൊന്നും തുടയ്ക്കേണ്ട എന്ന് ഗൗരവത്തോടു കൂടി തന്നെയാണ് ബബിത പറയുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, എൻ്റെ റൂം വൃത്തിയാക്കാൻ എനിക്കറിയാം, അതിൻ്റെ ആരും സഹായമൊന്നും വേണ്ട. അത് പിന്നെ മോളെ ഇത്രയും ദിവസം ഞാനല്ലായിരുന്നു ഇതൊക്കെ തന്നെ ചെയ്തത് എന്നും പറഞ്ഞ് എല്ലാ ദിവസവും നീ തന്നെ ചെയ്തോളാമെന്ന് വല്ല എഗ്രിമെൻറ്റും എഴുതി വെച്ചിട്ടുണ്ടോ? എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ എനിക്കറിയാം, നീ ബക്കറ്റും ചൂലും അവിടെ വെച്ചിട്ട് പോ എന്നിങ്ങനെ ബബിത പറയുന്നുണ്ട്. അതിടെ കേട്ടപ്പോൾ അലീന വളരെ അതിശയത്തോടു കൂടി തന്നെ ബബിതയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരു ഇല പോലും വീണ ഒന്ന് മാറ്റി വെക്കാത്തവളാണ്, ഇവയ്ക്കിതെന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അലീന അവിടെ നിന്ന് പോവും. പിന്നീട് കുറേ സമയത്തിന് ശേഷം അലീന വീണ്ടും ബബിതയുടെ റൂമിൻ്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയത്ത് ബബിത അവളുടെ റൂമൊക്കെ നല്ല ക്ലീൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ റൂം അവൾ ക്ലീൻ ചെയ്യല്ലേ, ഡ്രസ്സൊക്കെ അലക്കിയേക്കാം എന്നുള്ള ഇതിൽ അലീന അവിടെ കിടന്ന മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണ്. ഇത് കണ്ട് ബബിത പറയുന്നുണ്ട്, എൻ്റെ ഡ്രസ്സൊന്നും നീ അലക്കണ്ട. അല്ല മോളെ, ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനിടുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഇതുകൂടി ഇട്ടേക്കാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഡ്രസ്സ് അലക്കാൻ എനിക്കറിയാം. ഇത് കേൾക്കുമ്പോൾ അലീന ആ കയ്യിലെടുത്ത ഡ്രസ്സെല്ലാം തിരിച്ച് അവിടെ തന്നെ ഇട്ടിട്ട് അവിടെ നിന്ന് കൃഷ്ണമോടെ റൂമിലേക്ക് പോവും. അവിടെ ചെന്ന് കൃഷ്ണമോടെ കയ്യിൽ നിന്ന് അലക്കാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങി അവൾ തിരികെ ഇറങ്ങി വരും. ഈ സമയത്ത് ബബിത അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കണ്ട് ബബിത പറയും, ദേ അലീന, ആ ഡ്രസ്സൊക്കെ അവിടെ കൊണ്ടിട്ടേ. മോളെ ഇത് കൃഷ്ണമോളുടെ ഡ്രസ്സാണ്, വാഷ് ചെയ്യാന്നോർത്ത്. അതൊക്കെ എനിക്ക് മനസ്സിലായി, എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല, നിന്നോട് ആ ഡ്രസ്സ് അവിടെ കൊണ്ടിടാനാ പറഞ്ഞത്. അലീന അതിന് മടിച്ചു നിന്നപ്പോൾ ബബിത അവിടെ നിന്ന് ആ ഡ്രസ്സൊക്കെ വാങ്ങി തറയിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കൃഷ്ണയുടെ ഡ്രസ്സൊക്കെ അവൾ തന്നെ അലക്കിക്കോളും. ഇതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത സങ്കടമൊക്കെ വരുന്നുണ്ട്. ബബിതയുടെ ഈ എടുത്തു ചാടിയുള്ള പെരുമാറ്റവും ദേഷ്യമൊക്കെ വീണ്ടും പഴയതുപോലെ ബബിത ആകുവാണെന്നുള്ള ചിന്തയൊക്കെ അലീനയ്ക്ക് വരുന്നുണ്ട്. അവൾ സങ്കടത്തോടെ അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അലീന പോയതിനു ശേഷം കൃഷ്ണമോൾ ബബിതയോട് ചോദിക്കും, അല്ല എൻ്റെ ഡ്രസ്സൊക്കെ അലക്കണ്ടെന്ന് പറയാൻ ചേച്ചി ആരാ? എന്താടി, നിനക്ക് കൈയും കലമൊന്നും ഇല്ലേ? അവനവൻ്റെ ഡ്രസ്സ് അവനവൻ തന്നെ അലക്കിയാൽ മതി. അതെന്താ ബബിതേച്ചി അങ്ങനെ പെട്ടെന്ന് എന്താ ഇങ്ങനൊരു മാറ്റം? ഇത്രയും കാലം നമ്മുടെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ അലക്കിയിരുന്നത് അലീന ചേച്ചി തന്നെയല്ലേ? ഡ്രസ്സ് മാത്രമോ, നമ്മുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന അലീന ചേച്ചിയല്ലേ? ആ അതൊക്കെ ശരിയാ, അങ്ങനെയായിരുന്നു. എന്നാൽ ഇനി മുതൽ അത് വേണ്ട. നിന്റെ ഡ്രസ്സൊക്കെ നീ തന്നെ അലക്കണം, അതുപോലെ നിന്റെ റൂം നീ തന്നെ ക്ലീൻ ചെയ്യണം. ഇനി മുതൽ ഇവിടെ വേലക്കാരിയായിട്ട് ആരും തന്നെ ഇല്ല, അങ്ങനെ വേണം കരുതാൻ എന്നും പറഞ്ഞ് ബബിത അവിടെ നിന്ന് പോകും. ബബിതയുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് കൃഷ്ണമോള് ആ കണ്ണും തള്ളി നിൽക്കുകയാണ്. കൃഷ്ണമോള് അവിടെ നിന്ന് കിച്ചണിൽ പോയി അലീനയോട് പറയുന്നുണ്ട്, ഈ ബബിതേച്ചിക്ക് ഇതെന്താ സംഭവിച്ചത്? ചേച്ചി ആളാകെ മാറിപ്പോയി. നേരത്തെയൊക്കെ അലീന ചേച്ചിയെ കൊണ്ട് എന്തെല്ലാം ജോലി എടുപ്പിക്കാവോ അതെല്ലാം എടുപ്പിച്ചുകൊണ്ടിരുന്നതാ ബബിതേച്ചി. എന്തിനു പറയുന്നു, ബബിതേച്ചിയുടെ ചെരുപ്പ് പോലും ചേച്ചിയെ കൊണ്ട് കഴിച്ചിട്ടില്ലേ? ആ ചേച്ചിയാ ഇപ്പോൾ അലീന ചേച്ചിയെ കൊണ്ട് ഒരു പണി പോലും ചെയ്യിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. സത്യം പറയാലോ അലീന ചേച്ചി, ബബിതേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുമായിട്ട് കൂട്ടുകൂടിയ കൊള്ളാമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇത്രയും നാളും അമ്മയുടെ കൂടെ കൂടി ചീത്തവിളിയും ഉപദ്രവമൊക്കെ ചെയ്തതല്ലേ.
അതൊക്കെ ഓർക്കുമ്പോൾ ചിലപ്പോൾ ഒരു മടി കാണും, അതായിരിക്കും. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അലീനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട്. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അയ്യോ ചേച്ചി, ചേച്ചി കരയുവാണോ? ഏയ് അല്ല മോളെ, ഇത് സന്തോഷം കൊണ്ടാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഭവിതയ്ക്ക് എൻ്റെ അടുക്കെ ദേഷ്യമില്ലാതെ അവളുടെ ചേച്ചിയായിട്ട് അംഗീകരിക്കാൻ. അതുപോലെ ഇപ്പോൾ അവൾക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ പോയി. ഓ, അപ്പോൾ അലീന ചേച്ചിക്ക് ഇനിയിപ്പോൾ ഭവിതേച്ചി മതിയായിരിക്കും, നമ്മളെ ഒന്നും ഇനി കണ്ട പാവം പോലും കാണില്ല എന്നിങ്ങനെ കൃഷ്ണമോള് ചോദിക്കുമ്പോൾ അലീന പറയും, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് നിങ്ങൾ 3 പേരും, നീയും ഭവിതയും രോഹിത്തും, എനിക്ക് നിങ്ങൾ 3 പേരും ഒരുപോലെയുള്ളൂ, ചേച്ചിക്ക് നിങ്ങളല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് അലീന അവളെ ചേർത്ത് പിടിക്കും. പിന്നീട് കാണിക്കുന്നത് ഭവിത വൈജയുടെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നതാണ്. അവിടെ ചെന്ന് അവൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കിനും വൈജ അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കും. ആഹാ, ഇത് കൊള്ളാലോടി. അല്ല, എന്തേ ഇവിടുത്തെ വേലക്കാരി? അലീന, അവള് നിന്നെയും വേലക്കാരിയാക്കിയോ? ദേ അമ്മേ, എനിക്ക് അമ്മയോട് സംസാരിച്ചിരിക്കാൻ നേരമൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിടണം. എന്ത് ഡ്രസ്സ് വാഷ് ചെയ്യാനോ? അത് നീയോ? ഒരു ഇല താഴെ വീണ എടുത്ത് മാറ്റാത്തവളാ. ഇപ്പം എന്തു പറ്റി? വീട്ടുപണിയൊക്കെ ചെയ്യുന്നേ? അല്ല, എന്തിയെ നിൻ്റെ അലീന എന്നിങ്ങനെ വൈജ ചോദിക്കും. അലീന ചേച്ചിക്ക് സുഖമില്ലാമേ, ജലദോഷം പനിയൊക്കെയാ. അതുകൊണ്ട് ചേച്ചിയുടെ ഞാൻ വഴക്കുണ്ടാക്കി വാങ്ങിച്ച ഈ പണിയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അലീന ചേച്ചിയായിട്ട് എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കുന്നതല്ല. അപ്പോൾ വൈജ പറയും, ആ അത് കൊള്ളാം, നന്നായി. നിൻ്റെയും വെളിവൊക്കെ പോയോ? നീയും നിൻ്റെ അച്ഛനെ പോലായോ? അവസാനം നിന്നെയും അവൾ കയ്യിലെടുത്തോടി. അപ്പോൾ ബബിത പറയും, ഇല്ലമ്മേ, എന്നെ ആരും കയ്യിലൊന്നും എടുത്തിട്ടില്ല. അലീന ചേച്ചിയെ മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയതാ, അതാ എനിക്ക് പറ്റിയ തെറ്റ്. അന്ന് രോഹിയേട്ടന് വയ്യാതിരുന്നിട്ട് പോലും അമ്മ രോഹിയേട്ടന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. അതെങ്ങനെയാടി? ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുക്കാനാ? മതി അമ്മേ, അമ്മ ഇതിലേക്കൂടെ നടക്കുന്ന ഈ നടത്തമുണ്ടല്ലോ, അതങ്ങ് നേരെ നടന്ന രോഹിത്തേട്ടൻ്റെ റൂമിൽ ചെല്ലാനുള്ളതേ ഉള്ളൂ. അമ്മയ്ക്കല്ലെങ്കിലും അമ്മയുടെ മക്കളെക്കാട്ടിലും ഒക്കെ ഏറ്റവും വലുതാണല്ലോ അമ്മയുടെ ദേഷ്യവും വഴക്കും ഒക്കെ. അതും വെച്ചുകൊണ്ട് അമ്മ അവിടെ തന്നെ ഇരുന്നു എന്നും പറഞ്ഞിട്ട് ബബിത അവളുടെ റൂമിൽ നിന്നങ്ങ് പോകും. ഈ സംഭവത്തോടു കൂടി തൻ്റെ കൂടെ ആരുമില്ലെന്ന് വൈജയ്ക്ക് അങ്ങ് തോന്നുകയാണ്. തൻ്റെ ഭർത്താവിനെയും മക്കളെയും എല്ലാവരെയും അവൾ വശീകരിച്ചു. കാണിച്ചു തരാടി ഞാൻ എന്നൊക്കെ പറഞ്ഞ് വൈജ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് അലീന എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കും. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഞാൻ പിന്നീട് കഴിച്ചോളാന്ന്. അങ്ങനെ രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോക്കും ഒക്കെ അലീന ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കും, നീ കഴിക്കുന്നില്ലേ? ഇല്ല മോള്, എനിക്കിപ്പോൾ വേണ്ട, എനിക്കിപ്പോൾ വിശക്കുന്നില്ല, നിങ്ങളിപ്പോൾ കഴിക്കേ എന്നും പറഞ്ഞ് അവർക്കെല്ലാം എടുത്തു കൊടുത്തതിന് ശേഷം അലീന അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂട്ടിയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. രോഹിത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മുകളിലേക്ക് കയറിപ്പോവും. കൃഷ്ണമോളും കഴിച്ച പാത്രമൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങും. അപ്പോൾ ബബിത പറയും, നീ കഴിച്ച പാത്രമൊക്കെ എടുക്കാൻ ഇവിടെ നീ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടോടി? ദേ ബബിതേച്ചി, ചേച്ചി കുറച്ച് ഓവറാകുന്നുണ്ട്, എൻ്റെ പ്ലേറ്റ് എൻ്റെ അലീന ചേച്ചി എടുത്തോളൂ എന്ന് കൃഷ്ണമോൾ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല. ഇനി മുതൽ അവരവർ കഴിച്ച പാത്രങ്ങൾ അവരവർ തന്നെ കഴുകി വെച്ചോണം എന്ന് പറഞ്ഞ ബബിത കൃഷ്ണമോളെ കൊണ്ട് അവൾ കഴിച്ച പാത്രം കഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അലീനയ്ക്ക് തലവേദനയ്ക്ക് പുറമെ പനിയും ജലദോഷമൊക്കെ അനുഭവപ്പെടും. അവൾക്ക് ഒട്ടും വയ്യാതെ ആവുന്നുണ്ട്. ഒട്ടും വയ്യാതിരുന്നിട്ട് പോലും കിച്ചണിൽ പണിയെടുക്കുന്ന അലീനെ കണ്ട് ബബിത ചോദിക്കുന്നുണ്ട്, ഒട്ടും വയ്യെങ്കിൽ പോയി അവിടെ എങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്തൂടെ? ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാ? നീ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ, ഇനിയുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട മോളെ, ഇതൊക്കെ ഇതേ ഇപ്പം തീരും, ഇത് ചെയ്തിട്ട് ഞാൻ പോയി റെസ്റ്റ് എടുത്തോളാം. ദേ അലീന, ഞാൻ പറഞ്ഞത് നീ കേട്ടാൽ മതി. അങ്ങനെ അലീന പണിയൊക്കെ അവിടെ നിർത്തിയിട്ട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ തീർത്തതിന് ശേഷം ബബിത അലീനയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അലീന ആകെപ്പാടെ പനിച്ച് വിറച്ച് കിടക്കുകയാണ്. അലീനയെ ബബിത ഒന്ന് തൊട്ടു നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല പനിയായിരിക്കും. അത് കണ്ട് അവൾ അപ്പം തന്നെ ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. ഹലോ അച്ഛാ, അച്ഛൻ എവിടാ? ജ്വല്ലറിയിലാണോ? ആദ്യം മോളെ, ഞാൻ ജ്വല്ലറിയില്ല. എന്താ മോളെ? എന്താ അവിടെ വല്ല പ്രശ്നമുണ്ടോ? അല്ല അച്ഛാ, അച്ഛനിപ്പോൾ ഒരു ഡോക്ടറെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിടണം. എന്താ മോളെ, എന്തു പറ്റി? രോഹിത്തിന് പിന്നെയും വയ്യാണ്ടായോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയും, അതിന് വയ്യാതായത് രോഹിത്തേട്ടനല്ല, അച്ഛൻ്റെ പുന്നാര മോൾക്ക്.
ആർക്ക്? കൃഷ്ണമോൾക്കോ? അല്ല, അലീനയ്ക്ക്. അച്ഛൻ വേഗം ഡോക്ടറെ വിളിച്ചിട്ട് വാ എന്നൊക്കെ ഭവിത പറയുന്നുണ്ട്. ശരി മോളെ, ഞാൻ ദേ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഫോൺ വെക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് അലീന പറയുന്നുണ്ട്, ഡോക്ടറെ ഒന്നും വിളിക്കണ്ട മോളെ, എനിക്കൊരു പാരസെറ്റാമോൾ തന്നാൽ മതി. ദേ അലീന, ഇവിടെ രോഗിയല്ല മരുന്ന് നിശ്ചയിക്കേണ്ടത്, അത് ഡോക്ടറാണ്. നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ കിടന്നാൽ മതി. എന്നിട്ട് ബബിത അവിടെ നിന്ന് പോകും. അതിനുശേഷം ബാലേന്ദ്രൻ ഡോക്ടറുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീനയെ പരിശോധിച്ച് മരുന്നൊക്കെ കൊടുത്ത് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ഇതിപ്പോൾ വൈറൽ ഫീവറാണ്, നല്ല റെസ്റ്റ് വേണം, അതിൻ്റെ കൂടെ ഈ മരുന്നും കഴിക്കണം എന്നും പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട്. ബാലേന്ദ്രനാണ് ഡോക്ടറെ കൊണ്ടുവിടാനായിട്ട് പോകുന്നത്. കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ബാലേന്ദ്രൻ കാണുന്ന കാഴ്ച ബബിതയുടെ അലീന കിടക്കുന്ന കട്ടിലിൻ്റെ സൈഡിലായിട്ട് രോഹിത് ഇരിക്കുന്നു. വാതിലിൻ്റെ അവിടെ ആയിട്ട് ബബിത നിൽക്കുന്നു. അതിൻ്റെ ഇരിക്കലായിട്ട് തന്നെ കൃഷ്ണമോളും നിൽക്കുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആഹാ, ഇത് കൊള്ളാലോ, ഞാനിവിടെ അറ്റാക്കായിട്ട് കിടന്ന സമയത്ത് ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു ഈ അലീന അല്ലാതെ എന്നൊക്കെ ചെറിയൊരു അസൂയ കലർന്ന സന്തോഷത്തോടു കൂടിയാണ് ബാലേന്ദ്രൻ പറയുന്നത്. അന്നേരം ബബിത പറയുന്നുണ്ട്, പിന്നീട് ബബിതയും കൃഷ്ണമോളും കൂടാണ് വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കിനും അലീനയ്ക്ക് ഏകദേശം കുറവായതുപോലെയായി, തലവേദനയൊക്കെ മാറി തുടങ്ങിയതുപോലെയായി, ദേഹം മൊത്തം വേർത്തു തുടങ്ങി. അന്നേരം അവൾ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് കിച്ചണിലേക്ക് പോവുകയാണ്. കിച്ചണിൽ നിന്ന് പാത്രത്തിൻ്റെ സൗണ്ട് കേട്ട് ബബിത അങ്ങോട്ടേക്ക് വരും. എന്താ ഇവിടെ? അല്ല മോളെ, വല്ലാത്ത ദാഹം, ശകലം വെള്ളം കുടിക്കാമെന്നോർത്ത് വന്നതാ. നിനക്ക് വെള്ളം വേണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നെയോ കൃഷ്ണമോളെ വിളിച്ചാൽ പോരായിരുന്നോ? ഈ പനിയും വെച്ച് അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് കിടക്കാൻ നോക്ക്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, ഏറെക്കുറെ എല്ലാം മാറിക്കഴിഞ്ഞു. ഓ, അന്നും നീയാണോ തീരുമാനിക്കുന്നത്? നിനക്ക് വെള്ളമല്ലേ വേണ്ടത്? അത് ഞാൻ റൂമിലേക്ക് കൊണ്ടുവരാം. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഇനി കുറച്ച് ദിവസത്തേക്കിന് ഈ കിച്ചണിലേക്ക് കണ്ടുപോയേക്കരുത് എന്ന് പറയും. അങ്ങനെ അലീന അവളുടെ റൂമിലേക്ക് പോകും. അങ്ങനെ ബബിത അലീനയ്ക്ക് മരുന്നും വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ റൂമിലേക്ക് പോകും. അപ്പോൾ അലീന തൻ്റെ അനിയത്തി തന്നെ ഇത്രമാത്രം കെയർ ചെയ്യുന്നതൊക്കെ ഓർത്ത് അവളുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു പോകും. പിന്നീട് കൃഷ്ണമോള് വൈജയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, നീയൊക്കെ നിന്റെ കൊലീന ചേച്ചിക്ക് വേണം വെള്ളം കൊണ്ട് കൊടുക്ക്. ഇപ്പോൾ അവളാണല്ലോ നിങ്ങൾക്ക് വലുത്, എന്നെ ആർക്കും വേണ്ടല്ലോ. അമ്മ ജീവിച്ചാലെന്ത് മരിച്ചാലെന്ത്? ദേ അമ്മയ്ക്ക് ഇതൊക്കെ വെറുതെ തോന്നുന്നതാണ്. അമ്മ അലീന ചേച്ചിയെ തിരിച്ചൊന്ന് സ്നേഹിച്ചാൽ തീരാന്നതേ ഉള്ളൂ നമ്മുടെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ. അലീന ചേച്ചി അമ്മയോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മയ്ക്ക് ചേച്ചിയോട് ഇതിന് മാത്രം ദേഷ്യം? അമ്മയൊന്നും മറക്കരുത്, അലീന ചേച്ചി ഒരാൾ കാരണമാണ് നമുക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാനൊക്കെ പറ്റുന്നത്. ബബിതേച്ചി കോളേജിൽ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും അലീന ചേച്ചി തന്നെയാണ്. ബബിതേച്ചി പോലും അലീന ചേച്ചിയെ മനസ്സിലാക്കി തുടങ്ങി. നിർത്തടി നിന്റെ ഒരു അലീന പുരാണം. അവളെ ഞാൻ അധികം വൈകാതെ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. അവൾ ഒറ്റയൊരുത്തി കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോയത്. ആദ്യം എൻ്റെ ഭർത്താവിനെ, പിന്നെ എൻ്റെ മക്കളെ, പോരാത്തതിന് എൻ്റെ ആങ്ങളമാരെ പോലും അവൾ വശത്താക്കിയില്ലേടി. എൻ്റെ അമ്മേ, അതൊക്കെ അമ്മയുടെ തോന്നൽ മാത്രമാണ്. ബബിതേച്ചിയും രോഹിതേട്ടനും അലീന ചേച്ചിയുടെ സ്വഭാവം കണ്ടു തന്നെയാണ് ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങിയത്. പിന്നെ അമ്മയുടെ ആങ്ങളമാര്, അവരെന്തായാലും ചേച്ചിയുടെ സ്വഭാവം കണ്ടിട്ടൊന്നുമല്ല ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങിയത്, മറ്റു പല സത്യങ്ങളും അറിഞ്ഞിട്ടാണ്. എന്ത് സത്യമാടി അവരറിഞ്ഞത്? അതൊക്കെ അധികം വൈകാതെ തന്നെ അമ്മ അറിഞ്ഞോളൂ. അച്ഛൻ്റെ അടുത്ത് അമ്മ മര്യാദയ്ക്ക് നിൽക്കുന്നതാണ് അമ്മയ്ക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നീട് അച്ഛൻ്റെ പല ചോദ്യത്തിനും അമ്മയ്ക്ക് ഉത്തരം പറയേണ്ടതായി വരും. അച്ഛൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ ചോദ്യത്തിനും. അപ്പോൾ വൈജ പറയും, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ആദ്യം ഞാൻ ആ നാശം പിടിച്ചതിനെ ഇവിടെ നിന്ന് ഇറക്കി വിടട്ടെ, എന്നിട്ട് എല്ലാവരുടെ ചോദ്യത്തിനും ഞാൻ ഉത്തരം തരാം. അന്നേരം കൃഷ്ണമോള്, അതെങ്ങനെയാ അലീന ചേച്ചിയായിട്ടുള്ള രഹസ്യം പറയുമ്പോൾ അലീന ചേച്ചി വേണ്ട ഇവിടെ ഉണ്ടാവാൻ? അതിന് എന്ത് രഹസ്യമാടി അവളെക്കുറിച്ച് പറയാനുള്ളത്? അതൊക്കെ അമ്മ അധികം വൈകാതെ തന്നെ തിരിച്ചറിയും എന്നും പറഞ്ഞ് കൃഷ്ണമോള് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനു കടപ്പാട്ടൂർ വീട്ടിലെത്തും. കൃഷ്ണമോളെ, അലീന എന്തിയേ? അലീനയ്ക്ക് വയ്യാന്ന് അങ്കിള് പറഞ്ഞു. അതേ മനുവേട്ടാ, ചേച്ചി ഇതേ റൂമിലുണ്ട്. മനു അലീനയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അലീന നല്ല ഉറക്കത്തിലായിരിക്കും. മനു അപ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ അവളുടെ നെറുകയിൽ തലോടുന്നുണ്ട്. അന്നേരം അലീന കണ്ണു തുറക്കും. അല്ല മനുവേട്ടൻ ഇത് എപ്പോൾ എത്തി?
ഞാൻ ദേ ഇപ്പം എത്തിയതേ ഉള്ള അലീന. എന്നാൽ മനുവേട്ടനിരിക്കുക, ഞാൻ പോയി ചായ എടുക്കാം എന്നും പറഞ്ഞ് അലീന എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും മനു അവളുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അലീന നീ അവിടെ കിടന്നേ, നിനക്ക് വയ്യാത്തതല്ലേ, നീ അവിടെ അടങ്ങിയിരുന്നേ, അസുഖം വന്നാൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. അന്നേരം അലീന ഒരു പുഞ്ചിരിയോടുകൂടി ചോദിക്കും, ആഹാ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഒരു രോഗിയാക്കിയോ മനുവേട്ട? ഭവിതയാണെങ്കിലോ എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കുന്നില്ല, അവളാ ഇപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. ആഹാ എന്തായാലും ഭവിത നിന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി. ഭവിതയ്ക്ക് വെളി വന്നു, ഇനി എന്നാണാവോ എൻ്റെ ആൻറ്റിക്ക് വെളിവ് വരുന്നത്? അതും കൂടെ സംഭവിച്ചാൽ ഈ കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന മനുവിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത്.